മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ തമിഴ് സിനിമാ ലോകത്തും തരംഗമായിരിക്കുകയാണ്. കമൽഹാസൻ നായകനായ ഗുണ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കിയാണ് മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മിച്ചത്. ഇതിനു പിന്നാലെ ഗുണ സിനിമയും കമൽഹാസനെയും ചിത്രത്തിലെ നായികയെയും കുറിച്ചുമൊക്കെ കഥകൾ വന്നു. ഇപ്പോഴിതാ ഗുണ സംവിധാനം ചെയ്ത സന്താന ഭാരതി തമിഴ് ഫിലിമി ബീറ്റ്സിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഗുണ എന്ന സിനിമ എങ്ങനെയാണ് നിർമ്മിച്ചതെന്നും അതിൽ അഭിനയിച്ച നടി റോഷ്നിക്ക് എന്തു സംഭവിച്ചുവെന്നും വിശദീകരിച്ചിരിക്കുകയാണ്. ഈ വർഷം പുറത്തിറങ്ങിയ മഞ്ഞുമ്മേൽ ബോയ്സ് മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ്. ഫെബ്രുവരി 22-ന് റിലീസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ 100 കോടി വരെ പിന്നിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലുള്ള ഗുണ കേവിൽ വെച്ചായിരുന്നു സിനിമയുടെ ചിത്രീകരണം. കമൽഹാസന്റെ ഗുണ സിനിമ ഇവിടെ നിന്നും ചിത്രീകരിച്ചതിന് ശേഷമാണ് ഗുഹയ്ക്ക് ഈ പേര് കിട്ടുന്നത് തന്നെ. അതേസമയം കമൽഹാസൻ നായകനായപ്പോൾ ചിത്രത്തിൽ പുതുമുഖമാണ് നായികയായി അഭിനയിച്ചത്. പല മുൻനിര നടിമാരും തമിഴ് സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് പെട്ടെന്ന് ഗുണയ്ക്ക് വേണ്ടി പുതിയ നടിയെ കൊണ്ടുവന്നത് എന്തിനെന്ന ചോദ്യത്തിന് സംവിധായകൻ സന്താന ഭാരതി മറുപടി നൽകിയിരിക്കുകയാണ്. ചിത്രത്തിലെ രോഹിണി, അതായത് അഭിരാമി എന്ന നായിക വേഷമാണ് നടി റോഷ്നിക്ക് കൊടുത്തത്. ചിത്രത്തിൽ നടി രേഖയാണ് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എന്നാൽ നായിക വേഷം നടിക്ക് കൊടുക്കാത്തതാണ്. കാരണം പുന്നകൈ മന്നൻ എന്ന ചിത്രത്തിൽ കമൽഹാസനൊപ്പം നടി രേഖ ലിപ് ലോക്ക് സീനിൽ അഭിനയിച്ചിരുന്നു. അങ്ങനൊരു കെമിസ്ട്രി ഉള്ളതുകൊണ്ടാണ് രേഖയ്ക്ക് സപ്പോർട്ടിംഗ് റോൾ കൊടുത്ത് പുതിയൊരാളെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അങ്ങനെ രേഖ ഗുണയിലെ റോസി എന്ന കഥാപാത്രം അവതരിപ്പിച്ചു. ശേഷം അഭിരാമിയായി പുതിയൊരു നടിയെ കൊണ്ടുവന്നു. ഒടുവിൽ സിനിമ ഇറങ്ങിയപ്പോൾ കമൽഹാസനെ പോലെ റോഷ്നിക്കും വലിയ ജനപ്രീതി ലഭിച്ചു. എന്നാൽ ഗുണയ്ക്ക് ശേഷം വേറൊരു സിനിമയിലും അഭിനയിക്കാതെ റോഷ്നി സിനിമ വിട്ടു പോവുകയായിരുന്നു. വളരെ സമ്പന്നമായ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് നടി റോഷ്നി. മാത്രമല്ല റോഷ്നി സിനിമയിൽ അഭിനയിക്കുന്നത് കുടുംബത്തിന് അത്ര വലിയ കാര്യമല്ല. എന്നാൽ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കാമോ എന്ന കമൽഹാസന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് റോഷ്നി ഗുണയിൽ അഭിനയിക്കാൻ എത്തുന്നത്. നിയന്ത്രണങ്ങൾക്ക് നടുവിലൂടെ നടക്കുന്ന സിനിമാ ചിത്രീകരണങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതുകൊണ്ടാണ് വീണ്ടും അഭിനയിക്കാതെ റോഷ്നി അഭിനയം നിർത്തിയെന്നാണ് സന്താന ഭാരതി വെളിപ്പെടുത്തുന്നത്. അതേസമയം വലിയ തരംഗമുണ്ടാക്കിയ സിനിമയാണെങ്കിലും ഗുണ പരാജയപ്പെട്ടിരുന്നു. അതിനു കാരണം രജനീകാന്തിൻ്റെ ദളപതി എന്ന സിനിമയാണെന്നും അഭ്യൂഹങ്ങളാണ്. ദളപതി ഗുണയുടെ പരാജയത്തിന് കാരണമായെന്ന് സന്താന ഭാരതി മുൻപൊരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു.